മാങ്ങ ഉണ്ടായിരുന്നെല്ലാം തീർന്നു. ഇനി രണ്ടെണ്ണേ കിട്ടിയുള്ളൂ. ഇനി എന്നാ ചെയ്യുന്നത്? നീ വന്നോ പോയിട്ട്? മാങ്ങ ഉണ്ടായിരുന്നില്ലേ? നീ എന്നാ വീട്ടിൽ പോയിട്ട് വന്നേ? ഞാൻ വരുന്ന വഴിയാ വീട്ടിൽ പോയിട്ടോ? ഞാനിപ്പോഴും വീട്ടിൽ പോക്കാം. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ രസമാണ്. പഴയ കൂട്ടുകാരും അയൽവക്കംകാരും എല്ലാം ഉണ്ട്. നീ യോഗമുള്ളവളോ? അതുകൊണ്ടാ ഞാനൊന്ന് വീട്ടിൽ പോകണമെന്ന് വിചാരിച്ച്. ഇവിടുന്ന് വിടത്തുമില്ല, ഒന്നുമില്ല. ഒന്ന് പോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകണ്ടെന്നും പറയും. ഇത്ര നാളായെന്നറിയാം ഞാനൊന്ന് വീട്ടിൽ പോയിട്ട്. ചോദിക്കാൻ നിന്നിട്ടല്ലേ? ഞാനൊന്നും ചോദിക്കത്തില്ല. ഞാനൊന്ന് പോവാ, വീട്ടിൽ പോവാന്ന് പറയും. പോയിട്ട് വരുമ്പോഴാണ് ഇവരറിയുന്നത്. അങ്ങനെ ചോദിക്കാതെ നമ്മളെങ്ങനെയാ പോകുന്നത്? ഇപ്പോൾ ചോദിച്ചാലും വിടത്തില്ല, ചോദിച്ചില്ലേലും വിടത്തില്ല. പോയേച്ച് വന്നു കഴിഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. അത് പതിവാക്കിയിട്ടല്ലേ? വെള്ളമായി കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നെ സമാധാനം ഇല്ലല്ലോ എന്ന് ഓർത്ത് പിന്നെ ഞാനങ്ങ് പോയിരിക്കും. എനിക്കാണെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ രസമാണെന്നറിയാമോ? എൻ്റെ പൊന്നെ, പഴയ കൂട്ടുകാരെല്ലാം വരും. അവിടെ തോടൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ കഴുകാൻ, തുണി കഴുകാനൊക്കെ പോകും. പഴയ കൂട്ടുകാരും ഒക്കെ ആയിട്ട് കേട്ടിട്ട്. നീ ഇപ്പം എന്നും ആഴ്ച പോകുന്നുണ്ടല്ലേ? ഞാൻ ആഴ്ച പോകും. ആരോട് ചോദിക്കാനാ? അതൊന്നും ചോദിച്ചാൽ ഒന്ന് വിടുക. ഞാൻ കല്യാണം കഴിഞ്ഞ് ആ ആഴ്ചയെല്ലാം കണ്ട് വീട്ടിൽ പോയതാ. പിന്നെ ഞാൻ പോയിട്ടില്ല. എനിക്കാണെങ്കിൽ വീട്ടിൽ പോകാൻ കൊതിയാ, സത്യം. കൊതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണേലും എന്നും വിളിക്കും വീട്ടിലോട്ട് വരാനെന്നും പറഞ്ഞാൽ. അമ്മയോട് ഞാൻ ഓരോ ദിവസം ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഞാൻ പോകാതിരിക്കുക. ഇവിടുന്ന് തന്നെ ഒന്നും വിടത്തില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അമ്മ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കും. അതന്നെ എനിക്ക് കിട്ടിയിട്ട് പോക്ക് നടക്കുകയല്ല. നമുക്ക് കൂട്ടുകാരെയൊക്കെ മറക്കാൻ പറ്റുമോ? എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ ചെല്ലാത്തതെന്ന്. എനിക്കങ്ങ് എനിക്ക് വിഷമമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ ഫോൺ എടുക്കത്തില്ല. ഫോൺ എടുത്ത് കഴിഞ്ഞാൽ അവരെന്താ വരാത്തെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സങ്കടം. അത് കാരണം ഞാൻ ഫോൺ എടുക്കത്തില്ല. ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചവരല്ല ഇപ്പോഴും ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും എനിക്കങ്ങനെ ചാറ്റിങ് കൊണ്ട് വിളിക്കുന്നുമുണ്ട്. പക്ഷെ എനിക്കൊന്ന് ചെല്ലാനായിട്ട് പറ്റുന്നില്ല. എന്നെ ഇവിടുന്ന് വിടത്തില്ല. അമ്മായിമ്മയാണ് ആരും വിടത്തില്ല. എനിക്ക് ചോദിക്കാൻ നിൽക്കരുത് പോണോന്നേ. ഞാനൊക്കെ അങ്ങനെയല്ല, ശീലമായി എനിക്ക്. നിനക്ക് ചോദിക്കാതെ പോവാം. നീ ചോദിക്കാതെ പോയിട്ട് വീട്ടിലോട്ട് വന്നാലും നിനക്ക് പ്രശ്നമില്ല. ഇവിടെ അതല്ല സ്ഥിതി. ഞാൻ ചോദിക്കാതെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ വേണ്ട ജീവിക്കണം. എന്നെ വീട്ടിലോട്ട് കയറ്റത്തില്ല. ആദ്യം എനിക്കും അങ്ങനെ ആയിരുന്നെന്ന്. ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു ഇങ്ങനെ പോകുന്നതിന്. ഞാൻ വീട്ടിൽ നിർത്തുന്നു. എൻ്റെ തന്നെ കുഴപ്പം. ഞാനപ്പം ആദ്യം തൊട്ടേ പോകാൻ അതുകൊണ്ട് ബിന്ദു വരുന്നുണ്ട്. അവളതുകൊണ്ട് വരുന്നുണ്ട്. അവള് വീട്ടിൽ പോയി വർത്താനം പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിലെ അങ്ങോട്ട് വീട്ടിലോട്ട് ഇറങ്ങി പോകാൻ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറിയത് അല്ലേ? അതിലേക്ക് പോയത് വീട്ടിൽ പോകുന്ന കാര്യം പറയായിരുന്നു. എന്നെ ഒന്ന് വീട്ടിൽ വിടത്തില്ല. ഞാൻ പോയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് മുമ്പേ വന്നത്. നിങ്ങൾക്ക് എന്ത് ഭാഗ്യമുണ്ട്. നിങ്ങളൊക്കെ എന്ത് സന്തോഷമായിട്ട് പോകുന്നു. നീ വീട്ടിൽ പോകല്ലേ ഉള്ളൂ. ഇവിടുത്തെ എന്തെങ്കിലും കാര്യത്തിന് പോകും. എന്നെയാണെങ്കിൽ ഇവിടുത്തെ കാര്യത്തിന് പോകുന്നതിന് ഒരു കുഴപ്പമില്ല. പോയില്ലെങ്കിൽ ബഹളമാണ്. അവിടെ ഉത്സവമൊക്കെ വെക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റുമോ? എൻ്റെ കൊച്ചച്ഛൻ്റെ മക്കളും എൻ്റെ ആൻറ്റിയുടെ മക്കളും ഒക്കെ വരുന്നതല്ലേ. എനിക്ക് അവിടെ എല്ലാവരും ഉണ്ട്. കാര്യത്തിനൊന്നും പോകില്ല. അവരെയൊക്കെ എപ്പോഴും കാണുന്നില്ല എന്നാ പോകാനായിട്ട്. എനിക്ക് എൻ്റെ കൊച്ചുമോളെ നേരെ തിരിച്ചാ. എനിക്ക് എൻ്റെ വീട്ടിലോട്ട് ഒന്നിനും പോകരുത്. അപ്പം നിനക്ക് ഇവിടുത്തെ കാര്യത്തിനൊന്നും പോകണമെന്നൊരു ഇതില്ല. ഇവിടെ ഇപ്പം എന്നാ പോകാനായിട്ട്? അവരൊക്കെ പൊക്കോളും. കെട്ടിക്കൊണ്ടിരുന്ന വീട്ടിലല്ലേ എല്ലാ കാര്യത്തിനും പോകേണ്ടത്. എനിക്ക് എങ്ങും പോകാൻ എനിക്ക് ഇഷ്ടമില്ലേ. അങ്ങനെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലോ? അപ്പം വീട്ടിലാരും ഒന്നും പറയത്തൊന്നുമില്ലേ? ഞാനിന്നും പോകത്തില്ല. എനിക്ക് മടിയാ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അവരെല്ലാവരും പോകത്തില്ലേ? അവരെല്ലാം പോകും. ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ അവിടെ വീട്ടിൽ പോകുന്നതിന് മടിയില്ല. അത് മതി. അവിടെ ചെന്ന് ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഇവിടുത്തെ ആൾക്കാരും ഇവിടെ എനിക്ക് മടിയാ കിടക്കും മിണ്ടാനൊക്കെ. അങ്ങനെ മിണ്ടത്തില്ല ആരോടും. വീണ്ടും കണ്ടാൻ വീണ്ടും എനിക്ക് അങ്ങനെ ഇവിടെ ഉള്ള ആൾക്കാരുടെ സ്വഭാവം ഉത്സവം വരുന്നതാണെങ്കിലും പോകുന്നത് ഇവിടെ ഇഷ്ടം. ഞങ്ങളുടെ അവിടെയാ പോകാൻ ഇഷ്ടം. കൂട്ടുകാരൊക്കെ ഉണ്ട്, അതാ ഒരു രസം അല്ലേ? കൂട്ടുകാർ ഞങ്ങളുടെ ആൾക്കാരൊക്കെ കൂട്ടുകാർ സന്തോഷമാണ്. ഇവിടെ ഞാൻ ഇന്നും പോകത്തില്ല. ഭർത്താവിന്റെ വീട്ടുകാരുടെ ഒരു കാര്യത്തിനും പോകലെന്ന് ചുരുക്കം. അതാണ് അതാണല്ലേ സ്വന്തം കാര്യം സിന്താബ. ഞാൻ കുടുംബം നിൽക്കുന്നു. അങ്ങനെ എന്താ വരാത്തത്? ഒരു കുടുംബശ്രീക്ക് വരത്തില്ല. ഒരു കല്യാണം ഉണ്ടെങ്കിൽ കാണത്തില്ല. നമ്മളൊക്കെ സാധാരണ നമ്മളെല്ലാവരും കാണുന്ന ഒരു കുടുംബശ്രീക്ക് പോവുക, അല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കാണില്ലേ. ബിന്ദു കല്യാണത്തിന് വരത്തില്ല. നമ്മളെല്ലാവരും കൂടെ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ്. വീട്ടിലുള്ളവരെയൊക്കെ എല്ലാവർക്കും അറിയത്തില്ലേ? ബിന്ദുവിനെ ആർക്കെങ്കിലും അറിയാവോ? ചോദിച്ചാൽ പോലും അറിയത്തില്ല. ഒരുത്തർക്കും അറിയത്തില്ല. ഒരു മനുഷ്യർക്കും ബിന്ദു ഏതാന്ന് പോലും ആർക്കും അറിയത്തില്ല. നമ്മളിങ്ങനെ അയലോക്കത്ത് കിടക്കുന്നതുകൊണ്ട് മാത്രം നമുക്കറിയാം. നമുക്ക് 2-3 വീട്ടുകാർക്ക് ഞാൻ പോയി പണിയുണ്ട്. നിങ്ങളടുത്ത് നേരം പോകും കേട്ടോ. പോകും ഉള്ള കാര്യം ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. ആണെന്ന് തോന്നുന്നു പോയത്. അവർക്ക് പോകാൻ മടിയാ. ഞാൻ പിന്നെ എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ഒരു വിഷയമില്ല. എല്ലായിടത്തും ഇവിടെ വിടത്തില്ല. എന്നെ എൻ്റെ വീട്ടിലോട്ട് വിടത്തില്ല. പക്ഷെ ഇവിടുത്തെ എല്ലാ കാര്യത്തിനും ഞാൻ പോകും. ഇവിടുത്തെ എല്ലാത്തിനും പോകണം. ഞാൻ പോയില്ല. എല്ലാ അമ്മയാണല്ലോ വിളിക്കുന്നത്. എന്നാണോ? ഹലോ വിജി, നമ്മുടെ കിഴക്കേതിലെ അമ്മൂമ്മ മരിച്ചു. വിജി വരുന്നുണ്ടോ?
എൻ്റെ അമ്മ അവർ മരിച്ചു പോകട്ടെ, അവർ പോയാൽ എന്നെ അവർ കുറേ പാര വെച്ചല്ലേ, ഞാനെങ്ങും വരുന്നില്ല അവരെ കാണാനായിട്ട്. ചേടി 10 ദിവസം അവിടെ വന്ന് നിൽക്കാൻ മേലേ? ഈ മരണത്തിന് വന്നാൽ നിനക്ക് വരാനാണ്, തിരക്കൊക്കെ അല്ലേ ഇവിടെ, എന്നാൽ ഒരു റെസ്റ്റൊക്കെ കിട്ടൂലേ? ആ ശരിയാ കേട്ടോ, ശരിയാ അമ്മേ, അതൊന്ന് ശരിയാ. ഞാനേ ഈ പേര് പറഞ്ഞ് ഞാനൊന്ന് വരാം, ഈ കാര്യം എനിക്ക് അമ്മയോട് പറയാം. ആ ഞാൻ വരാം. കൊച്ചെ നീ അവിടെ എന്നാ വിജയേ, നീ എന്നാ എടുക്കും അവിടെ? കൊച്ചെ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വരയ്ക്കാത്ത ഒരു തൂത്തുവാരി പൊടിയില്ല അടിക്കരുത്, നിനക്ക് ചുമയും തുമ്മലും ഒക്കെ വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ? അതൊന്നും അല്ലല്ലോ. എന്നാ അടി കൊച്ചെ നീ കരയുന്നതിൻ്റെ കാര്യം? ഞങ്ങളുടെ അവിടുത്തെ അപ്പുറത്തെ ആ കിഴക്കല്ലേ മുത്തശ്ശി അമ്മമ്മ മരിച്ചു പോയെന്ന്, എനിക്ക് വീട്ടിൽ വരെ പോകണം. അങ്ങനെന്നാ അമ്മ മരിച്ചിട്ടല്ലേ, പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? എന്നും പോകാതിരിക്കുന്ന പോലെ ഇന്നും പോകാതിരിക്കാൻ പറ്റുമോ? നീ പോയിട്ട് വാ, അവിടുന്ന് ഒരു ഓട്ടോയെ വിളിച്ച് ഒരുങ്ങി പോയിട്ട് വാ. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഉടനെ വരത്തില്ല. ഞാൻ നാളെ രാവിലെ ചവട കഴിയുമ്പോൾ വന്നാൽ മതി. ചവട ഞാൻ പോയി കഴിഞ്ഞ് സഞ്ചയനം കഴിക്കാതെ വരാൻ പറ്റുമല്ലോ. എന്നെ ഒത്തിരി വളർത്തിയതാണ്, എന്നെ കുഞ്ഞിലെയൊക്കെ നോക്കി വളർത്തി, എന്നെ അമ്മ നോക്കിയതിനേക്കാളും കൂടുതൽ ആ അമ്മൂമ്മ എന്നെ വളർത്തിയത്. അങ്ങനെ അടിയന്തരമാകുമ്പോഴത്തേനും അങ്ങോട്ട് ഒന്നുകൂടെ പോയാൽ പോരെ? പിന്നെ ഞാൻ പോകണ്ടേ, എല്ലാവരും ഉണ്ട് അവിടെ. അപ്പം ഞാൻ പോയിട്ട് ഞാൻ സഞ്ചയനം കൂടെ കഴിയുമ്പോഴത്തേനെ ഞാനിങ്ങ് വരാം. എന്നെ ഒത്തിരി നോക്കി അമ്മൂമ്മ അതുപോലെ എന്നെ കരുതല. കല്യാണം കഴിഞ്ഞ ഇവിടെ അന്നേരം ആരും ഇല്ലല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? കല്യാണം കഴിഞ്ഞ് എന്നോട് എന്നും ചെല്ലാൻ പറയുമായിരുന്നു, ഞാനൊന്നും പോയില്ലല്ലോ. അത് പിന്നെ ഒന്നും അമ്മൂമ്മയെ കാണാൻ പോയതല്ല. ഇത്രയും പെട്ടെന്ന് പോകുന്നു. അവൻ അറിഞ്ഞോ മരിച്ച കാര്യമൊക്കെ? ഇല്ല, പറഞ്ഞില്ല. ഞാനിപ്പോൾ അമ്മ വിളിച്ചതേ ഉള്ളൂ. എന്നോട് പറയാം, വിളിച്ചൊക്കെ ചോദിച്ചിട്ട് അതിനങ്ങനെ തീരുമാനിച്ച് പോയിട്ട് വാ. ഞാനിന്ന് പോയിട്ട് വരാം. അവിടെ ഒരു കാര്യം, പിന്നെ അവൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആ വല്യമ്മയുടെ കാര്യം ഇവിടെ ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല. അവിടെ വിളച്ചിൽ ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണ്. ഞാൻ എൻ്റെ അമ്മായിമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ചായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെയുള്ള വിളച്ചിൽ എനിക്ക് എടുക്കുക. എനിക്കിതൊക്കെ അറിയാം. എൻ്റെ വിചാരം എനിക്കിതൊന്നും മനസ്സിലാകുകയില്ലെന്ന്. പിന്നെ ഞാനിപ്പോൾ വിടാറുമില്ല, അവിടെ പോകാറുമില്ല. അവൾ വേഞ്ചാർക്ക് നിന്നിട്ട് വരട്ടെ. പോട്ടെ. ഇതുപോലെ വീട്ടിൽ പോകാനുള്ള വിജയെ പോലെ അടവെടുക്കുന്ന പെണ്ണുങ്ങളായിരുന്നു നിങ്ങളുടെ അതിലൊക്കത്തുണ്ടോ? ഉണ്ടോ? ഇതുപോലെ അടവെടുക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അതിലൊക്കത്തോ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ കമ്മിലോട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.